എന്നിട്ട് A5 അപ്പർ ബോഡിയാണ്. ബെൻഡ് ഓവർ ബാർബിൾ റോ ആണ്. ബെൻഡ് ഓവർ ബാർബിൾ റോയിൽ നമ്മുടെ ഷോൾഡർ വിഡ്ത്തിൻ്റെ കുറച്ചപ്പുറമായിട്ട് കൈ പിടിക്കുക. അടുപ്പിച്ചാലും കുഴപ്പമില്ല, ഞാൻ കുറച്ചപ്പുറം പിടിക്കാറുള്ളത്. ചെസ്റ്റ് തള്ളി പിടിക്കുക, ഷോൾഡർ ജോയിൻറ്റ് പിന്നിക്ക് വെക്കുക, അര പിന്നിക്ക് ആക്കിയിട്ട് മുട്ട് മടക്കിയിട്ട് മെല്ലെ ഇറക്കുക കേട്ടോ. നമുക്ക് 90 ഡിഗ്രി എത്തിക്കണം എന്നില്ല, 90 ഡിഗ്രി അടുത്തായിട്ട് എത്തിച്ചാൽ മതി. ഓക്കെ. എന്നിട്ട് നേരെ അടിവേരയ്ക്ക് വലിക്കുക. വലിക്കുന്ന സമയത്ത് നമ്മുടെ തൊടയോട് ചേർത്ത് പോകാൻ ശ്രമിക്കുക. തള്ളവെല്ലാം അപ്പുറത്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. വലിക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഇറക്കുമ്പോൾ ബ്രീത്ത് എടുക്കുക. വലിക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം, ബ്രീത്ത് എടുക്കണം. നമ്മുടെ ബെൻഡ് ഓവർ റോഡൊപ്പം വരണതാണ് ബാർബർ ബെഞ്ച് പ്രസ് വൈഡ് ഗ്രിപ്പ്. ഫ്ലാറ്റ് ബെഞ്ച് ആയതുകൊണ്ട് സ്മിത്തിലാണെങ്കിൽ സ്മിത്തിലടിക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ ബാറ് ചെസ്റ്റിൻ്റെ നേരെ ആയിരിക്കണം വരേണ്ടത് കേട്ടോ. അതാണ് നോക്കേണ്ടത് മെയിനായിട്ട്. ഇനി മറ്റേ ബാറിലാണെങ്കിൽ നിങ്ങൾ ഫ്രീ ബാറാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ് നെറ്റിയുടെ നേരെ വരണ പോലെ എടുക്കണം കേട്ടോ. കുറച്ച് വൈഡാണ് പിടിക്കുന്നത്. ഇപ്പോൾ ഞാൻ മെയിനിൽ എടുക്കുക ഈ രീതിയിലെ വർക്കൗട്ട് എന്ന് വെച്ചാൽ ഈ അളവിൽ വരും. കുറച്ച് വൈഡായതുകൊണ്ട് ഒരു തൈറ്റി വൈഡാക്കും. തൈറ്റി ഓവറായിട്ട് ചെയ്യില്ല, ഷോൾഡർ ഇഞ്ചറി വരാണ്ടിരിക്കാനാണ്. ഇതും അതുപോലെ തന്നെ നമ്മുടെ സ്കാപ്പിലെ ജോയിൻറ്റ് ലോക്ക് ചെയ്യാൻ മറക്കരുത്. ഷോൾഡർ ജോയിൻറ്റ് പിന്നിക്കാക്കാൻ മറക്കരുത്. ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണം, ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണം. ചിലവർക്ക് ഇത്ര ഇറക്കുമ്പോഴേക്കും തന്നെ ജോയിൻറ്റ് ലോഡ് വരാറുണ്ട്. അപ്പോൾ ഇത്ര ഇറക്കിയാൽ മതി നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മൊബിലിറ്റി പ്രശ്നമായിരിക്കും കേട്ടോ. പറ്റുകയാണെങ്കിൽ മാത്രം സ്കാപ്പുല ലോക്ക് ചെയ്തിട്ട് മാക്സിമം ഇറക്കാൻ ശ്രമിച്ച് നോക്കുക. പറ്റണില്ലെങ്കിൽ ഒരു നിർബന്ധമില്ല കേട്ടോ. ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് എടുക്കുക. സ്ട്രെച്ച് എത്ര കിട്ടണം അത്രയും മസിൽസിന് നല്ലതാണ് ഗ്രോത്തിന്. അണ്ണാം ഡംബൽ റോ ആണ് ടെക്നിക്ക് യൂസ് ചെയ്യണത്. പിക് ഡബിൾ കോൺട്രാക്ഷൻ. ഞാൻ അതിന് 10 or 12 എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ 10 എടുക്കാം. നിങ്ങൾക്ക് നോർമൽ സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ടെക്നിക്കും വർക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചിലവർ ദമ്പലിൻ്റെ മുകളിൽ കൈ ചെയ്യാറുണ്ട്, സീറ്റിൻ്റെ മുകളിൽ ചെരിഞ്ഞെന്ന് ചെയ്യാറുണ്ട്. എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ടെക്നിക്ക് പറഞ്ഞുതരാം. ഞാൻ എങ്ങനെ നോർമലി ചെയ്യുന്നത് വെച്ചാൽ മുട്ട് കുത്തും, കാല് അകത്തി വെച്ച് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആണ് നോക്കുക. അടുപ്പിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഇട്ടാൽ സാധ്യത കുറവാണ്. അപ്പോൾ കാല് അകത്തി വെക്കണം, ബാലൻസ് കറക്റ്റ് ആക്കണം. ഈ കൈ കുറച്ച് നീട്ടി വയ്ക്കണം. ഇനി ഈ ചെസ്റ്റ് തള്ളി പിടിക്കും. ഇനി നമ്മൾ ദമ്പലെടുക്കണം, നേരെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ബാക്ക് മസിൽ വലിയിപ്പിക്കണം, നേരെ അരയ്ക്ക് വലിക്കണം, പകുതി ഇറക്കണം, വീണ്ടും വലിക്കണം, ബ്രീത്ത് എടുക്കണം, ബ്രീത്ത് ഔട്ട് ചെയ്യണം, ബ്രീത്ത് എടുക്കണം, ബ്രീത്ത് ഔട്ട് ചെയ്യണം, ബ്രീത്ത് എടുക്കണം കേട്ടോ. പൊക്കി പകുതി ഇറക്കി വീണ്ടും പൊക്കി ഫുള്ള് ഇറക്കുമ്പോഴാണ് ഉറപ്പാവണം കേട്ടോ. ഡംബൽ ഫ്ലൈസ് വിത്ത് പ്രസ്സാണ് കേട്ടോ. ഡംബൽ പ്രസ് അതിലൊരു ഫെയിലിയർ ഉണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾ ഡംബൽ ഫ്ലൈസ് അടിക്കുമ്പോൾ ഷോൾഡർ ജോയിൻറ്റ് പിന്നിക്ക് ലോക്ക് ചെയ്യുക, കൈമുട്ട് ചെറുതായി മടക്കി ഇറക്കും തോറും നെഞ്ചു വിരിക്കുക കേട്ടോ. ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക കേട്ടോ. ഇത് 8 എണ്ണം. ഇത് കഴിഞ്ഞ ഉടനെ ഡംബൽ പ്രസ് അടിക്കുക. അതേപോലെ തന്നെ ഷോൾഡർ ജോയിൻറ്റ് ബാക്കിലേക്ക് ലോക്ക് ആക്കണം, ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണം കേട്ടോ. ഇനി ഫെയിലിയർ വരുമ്പോൾ 4ാം സെറ്റ് ഇത് ഫെയിലായി ഉടനെ ഇവിടുന്ന് പൊങ്ങരുത്, അത്ര ടൈറ്റ് ആക്കുക. അതിനുശേഷം നേരെ ഡംബൽ പ്രസ് ഫെയിലിയർ അടിക്കുക കേട്ടോ. ലാസ്റ്റ് സെറ്റ് ഇതിൽ പിക് ഡബിൾ കോൺട്രാക്ഷനാണ് വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സെറ്റ് ബാർ ആണെങ്കിൽ സെറ്റ് ബാർ എടുക്കാം. ഇവിടെ ഇരിക്കണ സെറ്റ് ബാർ ആയതുകൊണ്ട് ഞാൻ സെറ്റ് ബാർ എടുത്തു എന്നുള്ളൂ. വൈഡ് പിടിക്കുക കേട്ടോ. അതവിടെ ഷോൾഡർ ജോയിൻ്റ് അപ്പറായിട്ട് ഗ്രിപ്പ് വരണ പോലെ പിടിക്കുക. ഫുള്ള് കഷ്ണം പൊട്ടിക്കണ രീതിയിൽ ഇരിക്കുക, അര പിന്നിക്കായിട്ട് ഇറക്കുക. സ്റ്റാർട്ടിങ് പൊസിഷൻ വരണത് ഇവിടുന്നാണ് ഇവിടുന്ന്. അപ്പോൾ ആദ്യം താഴ്ന്ന് ഇറക്കണം, ഫുള്ള് മടക്കണം, പകുതി ഇറക്കണം, ഫുള്ള് മടക്കണം, വീണ്ടും ഫുള്ള് ഇറക്കുക. ഇപ്പോൾ 1 ആയി കേട്ടോ. ഇനി ബ്രീത്തിങ് വരണത് ഫുള്ള് മടക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഇറക്കുമ്പോൾ ബ്രീത്ത് എടുക്കുക, മടക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഇറക്കുമ്പോൾ ബ്രീത്ത് എടുക്കുക. ഓക്കെ. മിക്കവർക്കും വൈഡ് പിടിക്കുമ്പോൾ ജോയിൻറ്റ് പെയിൻ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ക്ലോസ് പിടിക്കാം, അല്ലെങ്കിൽ ദമ്പൽ പിടിക്കാം. എനിക്ക് ദമ്പലാണ് എപ്പോഴും സേഫ് കേട്ടോ. ഓരോരുത്തരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് മാറ്റാം. ടോപ്പ് ഡബിൾ കോൺട്രാക്ഷൻ, ക്ലോസ് ഗ്രിപ്പ് പ്രസ് ട്രൈസെപ്സിനെ നിങ്ങൾക്ക് അടുപ്പിച്ചടിക്കുമ്പോൾ കൂടുതൽ ഔട്ടർ ട്രൈസിന് കിട്ടുക. ഞാൻ ഇപ്പോൾ ഉള്ളിലേക്കാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഞാൻ പിടിക്കുന്ന രീതി കുറച്ച് വൈഡായിട്ട് തരി. അത് നിങ്ങൾ അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുള്ളൂ. ഓരോരുത്തർക്ക് ഓരോ ആംഗിളാണ് വരുന്നത്. ഇവിടെ അടിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പൊക്കണു ഞാൻ അധികം ക്ലോസ് ആക്കില്ല, ഈ ഒരു രീതിയിൽ പിടിക്കുള്ളൂ. ഷോൾഡർ ജോയിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് കേട്ടോ. വൈഡ് ആവും തോറും ജസ്റ്റിന് ക്ലോസ് ആവും തോറും നമുക്ക് ട്രൈസിനാണ് കൂടുതൽ ഫോക്കസ് കിട്ടുക കേട്ടോ. പ്രൈമറി. ഓക്കെ. ഇനി ഞാൻ ചെസ്റ്റിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് കൈവയ്ക്കുന്നത്. ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണു. ഇതാണ് നോർമൽ. നമുക്ക് ടോപ്പ് ഡബിൾ കോൺട്രാക്ഷനാണ്. ടോപ്പ് ഡബിൾ എന്ന് പറയുമ്പോൾ ആദ്യം പകുതി ഇറക്കണു, വീണ്ടും ഒന്നണു,
വീണ്ടും ഫുൾ ഇറക്കണു. ഒന്നിടും. അപ്പോൾ ഒരു റപ്പായിട്ടാ. ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണു, ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ബെൻഡ് ഓവറിൽ വെയിറ്റ് അധികം എടുക്കരുത്. ചെറിയ വെയിറ്റ് എടുക്കുക. ചെറിയ മസിലാണ്. ഹെവി എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതിനെ 2.5 അല്ലെങ്കിൽ 5 ധാരാളമാണ്. ഓക്കെ, ഇതിൽ നേരെ ബെൻഡ് ചെയ്യണു. ചെസ്റ്റ് ഒന്ന് ചെറുതായി തള്ളി പിടിക്കണു. നമ്മൾ ഈ കൈയിൻ്റെ തെറ്റൻ ഭാഗത്തോണ്ട് മോളിക്ക് ഉന്താണ് കേട്ടോ. മോളിക്ക് ഇങ്ങനെ പൊക്കണു, പിടിച്ചിറക്കും. പൊക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഇറക്കുമ്പോൾ ബ്രീത്ത് എടുക്കുക. ഇനി ഇതിലൊരു ഹോൾഡിങ് വരുന്നുണ്ട്. 2 to 3 സെക്കൻഡ് തോന്നുന്നുണ്ട്. അത് മോളിക്ക് പിടിക്കുമ്പോൾ 3 സെക്കൻഡ് കൗണ്ട് ചെയ്യുക. 1 2 3 പിടിച്ചിറക്കാം. വീണ്ടും പൊക്കുക. 1 2 3. ഓക്കെ, ഇങ്ങനെ പിടിച്ചടിക്കാം. പക്ഷെ കൂടുതൽ ട്രാപ്സ് എൻഗേജ് ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ബെൻഡ് ഓവർ എയർ ഡെൽറ്റ് റൈസ് ചെയ്യണത് കേട്ടോ. പൊക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, മെല്ലെ പിടിച്ചിറക്കുക കേട്ടോ. 3ാം സെറ്റ് വേണമെങ്കിൽ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്താലും മതി. അല്ലെങ്കിൽ 3 സെറ്റും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തടിക്കാം.